ഇപ്പൊ അശോകൻ ചേട്ടൻ ഇപ്പോ കരിയർ അശോകൻ ചേട്ടൻ ഒരു 30 വർഷമായോ? 36. ആ, ഇപ്പോഴാണ് അശോകൻ ചേട്ടൻ ഇടയ്ക്ക് ആകാശം പോലുള്ള സിനിമകൾ ചേട്ടനൊരു ഗൗരവമുള്ള എന്ന് നമ്മൾ പ്രേക്ഷകർ പറയുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, ആൾക്കാർ അയാൾ നന്നായിട്ട് അഭിനയിച്ചു, അയാൾ നന്നായിട്ട് അഭിനയിക്കൂ എന്നൊക്കെ പറയണമെങ്കിൽ എപ്പോഴും സെന്റിമെന്റ്സ് ഉള്ള കരച്ചിൽ റോള് ചെയ്താലേ ഇത് അംഗീകരിക്കുക. അത് അവാർഡ് കമ്മിറ്റി ആണെങ്കിലും ശരി, പൊതുജനമാണെങ്കിലും ഒക്കെ ശരി. അപ്പൊ ഈ കൽപ്പന ചേച്ചി അവസാന കാലങ്ങളിൽ പറഞ്ഞ പല ഇന്റർവ്യൂകളിലും ഇത് പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാനൊരു കാലഘട്ടം മുഴുവൻ ഈ കോമഡി വേഷങ്ങൾ ചെയ്തതുകൊണ്ട് നല്ല കഥാപാത്രങ്ങൾ ഒരുപാട് കിട്ടാതെ പോയിട്ടുണ്ടെന്ന് പറയുന്നില്ലേ. അത് അശോകൻ ചേട്ടൻ നമുക്ക് അനുഭവിക്കുന്ന ഒരു പ്രശ്നം തന്നെയല്ലേ ശരിക്കും? അതെ, തീർച്ചയായിട്ടും. അതായത് എൻ്റെ മകളുടെ കല്യാണത്തിന് കൽപ്പന വരുമ്പോൾ കൽപ്പന സ്റ്റേജിൽ വന്നിട്ട് ഞാൻ ഫോട്ടോ എടുത്തിന് ഉടനെ പോകും, ഭക്ഷണം കഴിക്കാൻ നിൽക്കില്ല. കാരണം ഷൂട്ടിംഗ് തെലുങ്ക് തമിഴ് ഏതോ സെറ്റിൽ നിന്നാണ് വരുന്നത്. അശോക് എനിക്ക് കാണുന്ന ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് വേഗം ഫോട്ടോ എടുത്ത് എൻ്റെ കയ്യെ പിടിച്ച് വലിച്ചിട്ട് സ്റ്റേജിൻ്റെ സൈഡിലേക്ക് മാറി. ഞാൻ ചെയ്യുന്ന പടത്തിൽ ഡയറക്റ്റായിട്ട് സംസാരിച്ചിട്ടുണ്ട്, അശോകൻ അതൊരു വേഷം പറഞ്ഞിട്ടുണ്ട്, അതിലല്ല അയാൾ അടുത്ത് ചെയ്യാൻ പടത്തിൽ തെലുങ്കോ തമിഴോ എന്തോ, തെലുങ്കോ കന്നഡയോ അത് നിങ്ങൾ അവിടെ വന്ന അശോക് വിളിക്കാൻ പറ്റും, ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞ് പോയ ആളാണ്. ഈ പരിചയമില്ലാത്ത ആൾക്കാരോട് ചെറിയ ഒരു ഐസ് ബ്രേക്ക് ആവാനൊക്കെ ഉള്ള ചില സമയമൊക്കെ ഉണ്ട് ചേച്ചിക്ക്. ചില ആൾക്കാർ ഇപ്പൊ ഞാന് പരിചയത്തിന്റെ അല്ല, ചില ഒരു ഡെക്കോറം മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരു സ്കിറ്റ് ഒരിക്കൽ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഒരു സ്കിറ്റ് റെക്കോർഡ് ചെയ്യുമ്പം ചേച്ചിയുണ്ട്, ചേച്ചിയുടെ ഭർത്താവായിട്ട് അഭിനയിക്കുന്ന ഒരു ക്യാരക്ടറുണ്ട്, അത് വേറൊരാളാണ്. അപ്പം ഏതോ ഒരു സ്ഥലത്ത് ഒന്നിനൊരു സ്ഥലത്ത് ഇവിടെ വാടി ഇവിടെ കുറെ പറയുന്നുണ്ട്. അപ്പൊ കൽപ്പന ചേച്ചി എന്നോട് പറഞ്ഞു, നമുക്ക് ഇതില് സ്കിറ്റിൽ വലിയ ആവശ്യമൊന്നും ഇല്ലെങ്കിൽ പേര് വിളിച്ചാൽ പോരെ, വെറുതെ എടി പൊടി എന്ന് നമ്മൾ വിളിക്കണം, ആൾക്കാർക്ക് സ്റ്റേജിനോട് കാണുന്ന ഒരു റെസ്പെക്ട് പോകില്ല എന്ന് പറഞ്ഞിട്ട് ഇത് പറഞ്ഞു മാറ്റിച്ചിട്ടുണ്ട്. പിന്നെ തുടക്കത്തിൽ ഉറച്ചു പറഞ്ഞിട്ടുണ്ട് തൊടാത്ത മേഖല ഏതാണെന്ന് നമ്മൾ നോക്കുമല്ലോ. അതിൽ ഞാൻ നോക്കുമ്പോൾ നമ്മുടെ വിനീത് ശ്രീനിവാസൻ പലവട്ടം കാത്തു നിന്ന് എന്നുള്ള പാട്ട് ചെയ്തപ്പം അതിനൊരു വിനീത് ശ്രീനിവാസൻ പാട്ട് സലീമേട്ടനാണല്ലോ അഭിനയിച്ചത്, അതിനൊരു മറുപടി പാട്ട് ചെയ്തിട്ടുണ്ട് ഉഷാ ഉതുപ്പും കൽപ്പന ചേച്ചിയും കൂടെ. സലീം ഉണ്ടായിരുന്നു തോന്നുന്നു അതിനകത്ത്. സലീം ആൽബത്തിലുണ്ട്. വിനീത് ശ്രീനിവാസൻ ചെയ്തതിനകത്ത് സലീമേട്ടനുണ്ട്, ഉഷാ ഉതുപ്പും കൽപ്പന ചേച്ചിയൊക്കെ കൂടെയാണ് ഇതിന്റെ ഒരു മറുപടി പാട്ട് അന്ന് ചെയ്തു വെച്ചിട്ടുണ്ട്. പലവട്ടം കാത്തുനിന്ന ഇത് ഈ അരമന വീട് 500 ഏക്കർ തന്നെ പടം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ അഭിനയിക്കാനായിട്ട് നല്ല സൈസുള്ളൊരു ചെറുപ്പക്കാരൻ വന്നു, ഒരു പയ്യൻ. അപ്പൊ അവന് അതിൽ വേഷം ഇല്ലാത്തത് കൊണ്ട്, അനിൽ ബാബു ആണ് അത് ഡയറക്റ്റ് ചെയ്തത്. അപ്പൊ അതിന് വേഷം ഇല്ലാത്തതുകൊണ്ട് പിന്നീട് പോകെ ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അതിനടുത്ത ലൊക്കേഷൻ മാനേജറായിട്ട് മാറി പാവം. പിന്നെ ആൾക്കാരെ മാറ്റാനും പിടിക്കാനും ഭക്ഷണം കഴിക്കുന്ന നമ്മൾ കൊണ്ടുപോകാനും ഇരുത്താനും ഒക്കെ ആളായി, കിട്ടിയാലൊരു വേഷവും ചെയ്യാം, അങ്ങനെയായി. അത് കഴിഞ്ഞിട്ട് ഞാനും ജയറാമും ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നൊരു സംഭവമുണ്ട്, മനയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു. അന്ന് അന്ന് ആ പുഴ ഒരു കുളം ഉണ്ട്, അതിൻ്റെ ആ കുളത്തിൻ്റെ അങ്ങോട്ട് രാത്രി ഒളിച്ചിങ്ങനെ വരുമ്പോൾ പെട്ടെന്നൊരാൾ പൊങ്ങണം കുളത്തിൽ നിന്ന്, അവിടെ ഒരു ഞെട്ടല്, അവിടുന്ന് ഓടി ഹൈഡ് ചെയ്യണം, അതൊക്കെയാണ് സംഭവം. എന്നാൽ അത് ആ വേഷം അയാൾക്ക് കൊടുക്കാം. അങ്ങനെ അയാൾ വേഗം തന്നെ ഞാൻ റെഡി എന്നൊക്കെ പറഞ്ഞു സുഹൃത്തൊക്കെ കൊടുത്ത്, ഇയാൾ രാത്രിയാണത് ക്യാമറയൊക്കെ വെച്ച് ലൈറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്, ഇതിൽ മുങ്ങി നിന്നോ, സമയമാകുമ്പോൾ നമ്മൾ വിസിലടിക്കും പൊങ്ങി വന്നാൽ മതി. ആക്ഷൻ പറഞ്ഞു. നമ്മൾ പതുക്കെ ഞാനും ചേരാൻ കൂടി നടന്ന് സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങി ഈ കുളത്തിൻ്റെ അടുത്ത് വന്നപ്പോഴില്ല, വിസിലടിച്ചാലും നോക്കുമ്പോൾ 2 കാലാണ് ഫ്രെയിമിലേക്ക് വന്നത്. കാരണം ഇയാൾക്ക് നീന്തറിയില്ല, കഴിഞ്ഞ ഒരു അപകടം ഉണ്ടായേനെ. അപ്പൊ കൽപ്പന അവിടെ ഇരിപ്പുണ്ട്. കൽപ്പന എല്ലാവരും അനിലും ബാബുവിനൊക്കെ കുറേ വഴക്കും, നിങ്ങൾക്ക് അറിയില്ല അയാൾക്ക്, ഞങ്ങൾക്ക് എങ്ങനെ അറിയാം അയാൾ ചെയ്യാന്ന് പറയുമ്പോ അങ്ങനെയല്ല നമ്മൾ വിശ്വസിക്കുള്ളൂ, അത് അവരുടെ കുഴപ്പമില്ലല്ലോ. ഇത് കഴിഞ്ഞ് പിറ്റേ ദിവസം കുറച്ച് ആർട്ടിസ്റ്റുകൾ കുറവാണ്. പിറ്റേ ദിവസം രാവിലെ അപ്പൊ അനിലും ബാബും കൂടി പറഞ്ഞു സോങ് എടുക്കാൻ, ഞാനും കൽപ്പനയുണ്ട് സോങ് എടുക്കാൻ. പിന്നെ അവിടെ ഒരു വയലിൽ പോയി ഞങ്ങനെ വയലിൻ്റെ വരമ്പത്തൊക്കെ ഇങ്ങനെ പുറഞ്ചാരി ഇരുന്ന് സോങ്ങിൻ്റെ കട്ടൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും ഈ പയ്യനുണ്ട്, ഞാനൊക്കെ അവിടെ പോയി കളഞ്ഞാൻ, ഇവനവിടെ ഉണ്ട്. അപ്പൊ പൂക്കളൊന്നുമില്ല, ഈ വയൽ മാത്രം വെച്ച് നമ്മൾ കുറെ നേരം ഇങ്ങനെ എടുത്തോണ്ടിരിക്കുന്നതിന് പിന്നെ അവിടെ പോണം. മലമ്പുഴ ഗവി എന്നങ്ങനെ സ്ഥലമില്ലേ, മലമ്പുഴയിലൊരു സ്ഥലം ഉണ്ടല്ലോ, അവിടെ കോളാമ്പി പോലെ ഇപ്പൊ ലോയിസാറിന്റെ പടത്തിന്റെ ഷൂട്ട് ചെയ്താണ്. അപ്പൊ ഇവൻ എല്ലാ സെറ്റും നടക്കുന്നുണ്ട്, അത് മനസ്സിലായി. നീളത്തിൽ വെളുത്ത കോളാമ്പി, ഇത് കോളാമ്പിയിലെ പൂക്കൾ ഇപ്പൊ ഷൂട്ട് ചെയ്തോളൂ, അവിടെ ഉണ്ട്, കംപ്ലീറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. നേരെ ബിജുവിന്റെ, നമ്മുടെ തിരുവനന്തപുരത്ത് ബിജു ഇല്ലേ, ബൈജുവിന്റെ വണ്ടിയിൽ ഞാനും പിന്നെ ഇവൻ നമ്മുടെ ആ വണ്ടി തന്നെ കയറി. പിന്നെ കൽപ്പനയൊക്കെ ആദ്യമേ പോയി, വണ്ടി ഇവിടുന്ന് ഷിഫ്റ്റായി നേരെ മലമ്പുഴക്ക് സോങ് എടുക്കാൻ വേണ്ടിയിട്ട്, വേറെ വർക്കില്ല.
ആർട്ടിസ്റ്റുകളും ഇല്ല. അപ്പം ഞങ്ങൾ പതുക്കെ പതുക്കെ പോയിണ്. അവർ വണ്ടി യൂണിറ്റ് പോയി എല്ലാം പോയി അവിടെ ചെന്ന്. അപ്പം അവിടെയും കൽപ്പന ഉണ്ട് കേട്ടോ. അവിടെ ചെന്ന് ഞങ്ങളിങ്ങനെ ഇറങ്ങിയപ്പോൾ എല്ലാവരും ഇങ്ങനെ നിൽക്കുക, എല്ലാ യൂണിറ്റ് അടക്കം എല്ലാവരും നിൽക്കുകയാണ്. ബൈജു വെക്കാൻ ഇറങ്ങി, ഞാനും ഇറങ്ങി കഴിഞ്ഞപ്പോൾ കൽപ്പന ഓടി വന്നു പറഞ്ഞ മറുപടി, അശോക ഇവിടെ അയാൾ പറഞ്ഞ പൂവില്ലേ, ഒന്നുമില്ല, ഒരു പൂവുണ്ട്. അല്ല, അയാൾ വേറെ വണ്ടിയില്ലായിരുന്നു, സോറി, അയാൾ വേറെ വണ്ടിയിലായിരുന്നു, ഞങ്ങൾ ബൈജുവിൻ്റെ വണ്ടിയിൽ. ആ പൂവ് ഒട്ടുമില്ല ഇവിടെ, ഒന്നുമില്ല, ഒരു പൂവുണ്ടായിരുന്നു. അത് ഇവന് വണ്ടി എന്ന് പറയുമ്പോൾ അവനെ കണ്ടപ്പോൾ ആ പൂവും താഴെ വീണെന്ന്. അത്ര ട്രാവൽ ചെയ്ത് വന്നതിന്റെ വിഷമം അങ്ങോട്ട് പോയി, കാരണം ചിരിച്ചുപോയി. ഹ്യൂമർ സെൻസ് എന്ന് പറഞ്ഞാലേ, ഈ നമുക്ക് ഇപ്പൊ ഹ്യൂമർ ചെയ്യുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ വനിതകളായിട്ടുള്ള ആർട്ടിസ്റ്റുകൾ താരതമ്യേന ഇനി വന്നൊരു കാലഘട്ടത്തിലൊക്കെ വലിയ കുറവുള്ളൊരു കാലഘട്ടത്തിലാണ് വന്നത്. പിന്നീട് ഒരുപാട് പേരുണ്ട് അത്തരത്തിൽ ഒരുപാട് നമ്മളെ ചിരിപ്പിച്ചിട്ടുള്ള ഒരു അഭിനേത്രി, പ്രിയപ്പെട്ട പൊന്നമ്മ ബാബു ഇപ്പോൾ കൽപ്പന ചേച്ചി ഓർക്കുന്നു. ഒരു മറക്കാൻ പറ്റാത്ത അനുഭവം എന്ന് പറയാൻ കൽപ്പനയോടൊപ്പം ഞാനിപ്പം അത്ഭുതം എന്നൊരു പടം ചെയ്തു. അതിനകത്ത് ഞാൻ ബിന്ദു പണിക്കര് കൽപ്പനയായിരുന്നു, അമ്പിളിച്ചേട്ടൻ്റെ ജോഡിയായിട്ടായിരുന്നു. അതിൽ ഭാര്യമാർ ഞാനും ബിന്ദും കാമുകിയായിട്ട് കൽപ്പനയായിരുന്നു. അങ്ങനെ ഒരു 40 ദിവസം ഞങ്ങളവിടെ മലമ്പുഴ കവ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരുമിച്ചെന്നും കാണുകയും സൗഹൃദങ്ങൾ പുതുക്കുകയും. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചാൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഫാമിലിയെ പറ്റിയായിരിക്കും. അപ്പോഴൊക്കെ എൻ്റെ മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, കൽപ്പനയുടെ മോളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൽപ്പനയുടെ മോളെ പറ്റി പറയും, ഞാൻ എൻ്റെ മക്കളെ പറ്റി പറയും. അത് സത്യം പറഞ്ഞാൽ ആ ഒരു ലൊക്കേഷനും ആ ഒരു എന്താ പറയണേ ആ സ്നേഹമൊന്നും പെട്ടെന്ന് മറക്കാൻ പറ്റത്തില്ല. അതൊക്കെ ഒരു നല്ല നിമിഷങ്ങളായിരുന്നു. കൽപ്പന ഞാൻ വേറെ സ്ഥലത്ത് അല്ലെങ്കിൽ സിനിമയായിട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലിരിക്കുന്നു. കൽപ്പനയോ എവിടെയോ സിനിമയൊക്കെ ചെയ്തും അല്ലെങ്കിൽ കൽപ്പനയുടെ വീട്ടിലും ഒക്കെ സുഖമായിട്ട് ഇരിക്കാന്ന് ഓർക്കാനും ഒക്കെ എനിക്കിഷ്ടം. വളരെ കറക്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ ആ സ്ഥലം അതാണ്, മലമ്പുഴ ഇതാണ് കവ എന്നൊരു സ്ഥലം. എപ്പോ ആണെങ്കിലും നമ്മുടെ സെറ്റ് വർക്കിന് വന്നു കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുന്നത് ഭാര്യയുടെ കാര്യവും മക്കളുടെ കാര്യവും അതെ, ആ കാര്യങ്ങൾ ചോദിക്കുക. പിന്നെ ഇടയ്ക്ക് ഇപ്പോൾ നമ്മളെ പടം ഇടയ്ക്ക് കുറവാണ് എന്നറിയുമ്പോഴത്തേക്ക് പലപ്പോഴും നമ്മൾ വിളിക്കുകയോ അല്ലെങ്കിൽ യാദൃച്ഛമായിട്ട് കാണുകയോ ചെയ്ത് വളരെ രഹസ്യമായിട്ട് മാറ്റി വിളിച്ചിട്ട് പറയും, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണേ, ചോദിക്കാൻ മടിക്കരുത്. സത്യം.